കുവൈത്ത് ദുരന്തത്തിൽ അടിയന്തര നടപടിയാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടതെന്നും എം.പി. രാജേഷ് സഭയെ അറിയിച്ചു. ആരോഗ്യമന്ത്രിയെ പോകാൻ അനുവദിക്കാത്തത് ഞെട്ടിച്ച സംഭവമാണെന്നും കേന്ദ്രത്തിന്റെ പ്രതികാര മനോഭാവമാണ് ജനങ്ങൾ നടപടികളായി കണ്ടതെന്നും മന്ത്രി പറഞ്ഞു. കുവൈത്തിലുണ്ടായ സംഭവം നമുക്കെല്ലാം അഗാധമായിട്ടുള്ള വേദനയും ദുഃഖവും സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതിൽ വളരെ പെട്ടെന്നുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സംഭവം ഉണ്ടായതിൻ്റെ ആ വാർത്ത വന്ന ഉടൻ തന്നെ പ്രത്യേകമായ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായി. തലേദിവസം മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് രാവിലെ വീണ്ടും പ്രത്യേകമായി അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നത്. ആ മന്ത്രിസഭാ യോഗം കുവൈത്തിലേക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ അയക്കാൻ അടിയന്തരമായി തീരുമാനമെടുത്തു. അവിടെ പോയി പരിക്കേറ്റവരുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക, അവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടലിലൂടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ദുരന്തത്തിൽ മരിച്ച എല്ലാവരുടെയും കുടുംബങ്ങൾക്ക്, ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു. പരിക്കേറ്റവർക്ക് 1 ലക്ഷവും മന്ത്രിസഭാ യോഗം നൽകാൻ തീരുമാനമെടുത്തു. ഖേദകരമായൊരനുഭവം, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോകാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല. അതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് എല്ലാം ഞെട്ടിച്ച ഒരു സമീപനമായിരുന്നു അത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികാര മനോഭാവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പൊതുവിൽ കേരള സമൂഹം കണ്ടത്.